കൂട്ടുകാരെ, ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചൊരു കാര്യമാണ് പത്രം എങ്ങനെ വായിക്കണം, കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ വേൾഡ് ഇമ്പോർട്ടൻ്റ് ആണോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ ചോദ്യം പത്രം എങ്ങനെ വായിക്കണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഡിഗ്രി ലെവലിന് താഴോട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മലയാളം പത്രങ്ങൾ വായിച്ചാൽ മതി. മലയാളം പത്രങ്ങൾ വായിക്കുക. മലയാളം പത്രത്തിലുള്ളത് തന്നെയാണ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വരുന്നത്, പക്ഷെ കുറച്ചധികം കാര്യങ്ങളും കൂടെ കാണും. അതായത് ഡിഗ്രി ലെവലിലൊക്കെ ഉള്ളവർ കുറച്ചധികം ഹിന്ദു ന്യൂസ് പേപ്പറും കൂടെ നോക്കണം. അല്ല KS ലെവലൊക്കെ ഉള്ളവരാണെങ്കിൽ പക്ക ഹിന്ദു ന്യൂസ് പേപ്പർ നോക്കണം. UPSC ലെവലാണെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ജനറലി കേരള PSCക്ക് ആണെങ്കിൽ മലയാളം ന്യൂസ് പേപ്പർ തന്നെ മതി. മലയാളം ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡിങ്സ് വായിക്കുക. ന്യൂസ് ഹെഡിങ്സ് കണ്ണോടിച്ച് നോക്കുമ്പം ആ ഹെഡിങ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കറണ്ട് അഫയേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇത് നമുക്ക് ആവശ്യമാണ്. അതോ ഡൗട്ട് ഉണ്ടെങ്കിലും അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് എന്താണ്, അതൊന്ന് ടിക്ക് ചെയ്ത് പോവുക. നിങ്ങളുടെ കയ്യിൽ പത്രം ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഹെഡിങ്സ് ഒന്ന് ടിക്ക് ചെയ്ത് പോവുക. അതിനുശേഷം മാത്രം എന്താണ് ഓരോ കണ്ടന്റ് വെച്ച് വായിക്കുക. അപ്പോൾ ആ ഒരു കണ്ടന്റ് വായിക്കുമ്പോൾ ചുമ്മാ ഇപ്പം നിങ്ങളൊരു കറണ്ട് അഫയേഴ്സ് ക്യാപ്സൂളാണ് വായിക്കുന്നതെങ്കിൽ ഈ ഒരു മെയിൻ ഹെഡിങ് മാത്രമേ ചിലപ്പോൾ അതിനകത്ത് കാണൂ. ഇന്നൊരു അവാർഡ് കിട്ടിയത് ആർക്ക് എന്ന് മാത്രമേ ചിലപ്പോൾ ആ ഒരു ക്യാപ്സൂൾ മെറ്റീരിയലിൽ കാണും. പക്ഷെ നിങ്ങൾ പത്രമാണ് വായിക്കുന്നതെങ്കിൽ എന്ന് കിട്ടി, എന്ത് കൊടുത്തു, എത്ര രൂപയാണ് കൊടുത്തത്, ആർക്കാണ് കിട്ടിയത്, ഏത് കൃതിക്കാണ് കിട്ടിയത്, ഫുൾ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ പത്രം വായിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. വായിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വേണം വായിക്കാൻ. പിന്നെ പത്രം വായിക്കുന്നത് മറന്നു പോവില്ലേ, ഡെയിലി വായിക്കുന്ന കറണ്ട് അഫയേഴ്സ് മറന്നു പോകും എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, റിവിഷൻ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മറന്നു പോവില്ല കേട്ടോ. നമ്മൾ പത്രം വായിക്കുമ്പോൾ ഇന്ന് വന്ന ന്യൂസിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കും ചിലപ്പോൾ നാളെ, മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റിവിഷൻ പത്രത്തിൽ നിന്ന് തന്നെ കിട്ടും. അതുകൂടാതെ എന്താണ്, നമ്മളും കൂടി ഒരു റിവിഷൻ ചെയ്താൽ നമ്മളത് പെർഫെക്റ്റ് ആവും. അപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്ത് കൊണ്ടുപോവുക. ആ ഒരു വീക്കെൻഡിൽ നിങ്ങൾ ഒരാഴ്ച പഠിച്ചൊന്ന് റിവിഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങളങ്ങ് റിവിഷൻ ചെയ്ത് കയറി വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. പിന്നെ ന്യൂസ് പേപ്പർ വായിച്ച് കഴിഞ്ഞിട്ട് അതത് ആഴ്ചയിലെ തൊഴിൽവാർത്തയിലെ, തൊഴിൽവീതിയിലെ കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും അവിടെ റിവിഷനായിട്ട് കയറി വരുന്നത്. ചിലപ്പോൾ 1 മാസമൊക്കെ പുറകിലായിരിക്കും തൊഴിൽവാർത്ത, തൊഴിൽവീതിയൊക്കെ. അപ്പോൾ 1 മാസം മുന്നേ പഠിച്ചത് നമുക്ക് അവിടെ ഒരു റിവിഷൻ ആവും. അപ്പോൾ അതും കറക്റ്റായിട്ട് വായിച്ചു പോകുമ്പോൾ നമുക്ക് പക്ക റിവിഷൻ ആവും. PSC ബുള്ളറ്റിൻ പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചവരോടും എനിക്ക് പറയാനുള്ളത്, PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു റിവിഷൻ മെറ്റീരിയലാണ്. അപ്പം അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് പത്രം വായിച്ച് പഠിച്ചതിന് ശേഷം PSC ബുള്ളറ്റിൻ വരുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് റിവിഷൻ ആവും. ജസ്റ്റ് ആ ഒരു റിവിഷൻ രീതിയിലാണ് PSC ബുള്ളറ്റിൻ മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ അത് റിവിഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവൂ, അല്ലാതെ പഠിക്കാനായിട്ട് PSC ബുള്ളറ്റിൻ യൂസ് ചെയ്യരുത്. പിന്നെ കറണ്ട് അഫയേഴ്സിനെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കറക്റ്റായിട്ട് പത്രം വായിക്കുകയും കറക്റ്റായിട്ട് എന്താണ് റിവിഷൻ ചെയ്ത് പോവുകയും ചെയ്യുന്നവർക്ക് കിട്ടും. പിന്നെ എഴുതി സമയം കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ പത്ര കണ്ടൻസ് സൂക്ഷിച്ച് വെക്കാനായിട്ട് നിങ്ങൾ ആ പത്രം കട്ട് ചെയ്തെടുക്കുക. ആർക്ക് വേണ്ടിയാണ് പിന്നെ സൂക്ഷിച്ച് വെക്കുന്നത്, നിങ്ങൾക്ക് അതെടുത്തിട്ട് തൂക്കിയെടുത്ത് കൊടുക്കാനായിട്ടാണെങ്കിൽ വെക്കണ്ട. നിങ്ങളിപ്പോൾ പഠിക്കല്ലേ, നിങ്ങൾ അതങ്ങ് പത്രം അങ്ങ് കട്ട് ചെയ്യുക, ആ ഒരു ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഇച്ചിരി പശ മേടിച്ച് വെച്ചേക്കുക. എഴുതുന്നതിൻ്റെ പകുതി സമയം മതി ഒന്ന് ഒട്ടിച്ച് വെക്കാൻ. എന്നിട്ട് ബുക്കിനകത്തോട്ട് ഒട്ടിച്ചൊട്ടിച്ചങ്ങ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് റിവിഷൻ ചെയ്യാൻ നേരത്തെ ഈ പത്ര കട്ടിങ്സ് മറിച്ച് പോയാൽ എല്ലാ പോയിന്റ്സും അവിടെ കാണുകയും ചെയ്യും. പത്രങ്ങളൊന്നും മിസ്സാവത്തുമില്ല കേട്ടോ. ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് കേട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കേട്ടങ്ങ് പോകുന്നവർക്ക് ഈ സംഭവങ്ങളെല്ലാം ആ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടും. ഇത് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരത്തില്ല. സ്വന്തമായിട്ട് ചെയ്യാതെ കറക്റ്റ് ആ ക്ലാസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് 4 പത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തൊഴിൽവാർത്ത, തൊഴിൽവീതി നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകൾ. അതുപോലെ PSC ബുള്ളറ്റിനകത്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഒരു ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിന് പുറമേ നമ്മൾ പഴയ മാസങ്ങളുടെ റിവിഷനും ചെയ്യുന്നുണ്ട്. അതായത് ഈ റിവിഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി വരും. ആദ്യം നമ്മൾ പഠിച്ചത് പിന്നെയും കറങ്ങി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഡെയിലി പഠിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ പഴയ കറണ്ട് അഫയേഴ്സുകൾ റിവിഷനും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എപ്പം വന്ന് ജോയിൻ ചെയ്താലും അന്ന് തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് അങ്ങ് പഠിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ പിന്നീട് കറങ്ങി വന്നോളും. അപ്പം എന്താണ്, ഇന്ന് തൊട്ട് പഠിക്കുന്നവർ ഇന്ന് തൊട്ട് അങ്ങ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നാളെ തൊട്ട് പഠിക്കുന്നവർ നാളെ തൊട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അല്ലാതെ ആദ്യത്തെ ക്ലാസ് തൊട്ട് ഫോളോ ചെയ്യാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പും വരും, എന്തോ സംഭവം ഒന്നും മനസ്സിലാവത്തില്ല. ഇപ്പോഴത്തെ ക്ലാസ്സും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, എന്ന് തീരും ഒന്നും ഐഡിയ കിട്ടില്ല. അപ്പം ക്ലാസ് കാണുന്നവരെന്ത് ചെയ്യുക,
നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് മാത്രം കാണുക, അതായത് പഴയ ക്ലാസ്സുകൾ കാണേണ്ട, ഡെയിലി കാണുക. അതിൻ്റെ കൂടെ ഞാൻ ഏതെങ്കിലും പഴയത് പഠിക്കാൻ തരുന്നത് നിങ്ങൾ എന്താണ് അതും കൂടെ സമയം എടുത്ത് ഒരു 2x ഇട്ടൊന്ന്, ഓൾറെഡി ക്ലാസ് കണ്ടവരാണെങ്കിൽ 2x ഇട്ടൊന്ന് കേൾക്കാൻ നോക്കുക. അല്ല ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ PDF എടുത്തൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നീട് ഈ ക്ലാസ്സുകൾ നമ്മൾ റിവിഷനായിട്ടും ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തി തരും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ കറണ്ട് അഫയേഴ്സിനെ പറ്റി എനിക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പം കുറേ ഡൗട്ടുകൾ വന്നതുകൊണ്ടാണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു റിപ്ലൈ ആയിട്ടങ്ങ് തന്നത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.